എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളുടെ സിമ്പിൾ കമാൻ, ഇതാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്ന വഴി. ഇതാണ് ഞങ്ങളുടെ സിമ്പിൾ, ഞങ്ങളുടെ ലോഗോ. ഇത് ഞാൻ, ഇത് ലിബിൻ, ഇത് ഞങ്ങളാക്കി ഞങ്ങളുടെ വണ്ടി, ഇത് ഈ വിളിച്ചിട്ട് ഇതിന് ട്രേഡ് മാർക്ക് ഒക്കെ ഉള്ള കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഒരു ഹോട്ടലിൽ നിന്ന് ഫീൽ കിട്ടുന്നില്ല, അങ്ങനെ തന്നെ പറയണം കേട്ടോ, അല്ലെ ബിരിയാണി ഞാൻ തരില്ല. ഫ്രണ്ടിലേക്കൊക്കെ നോക്കി, മതി 2 ചിക്കൻ, അത് 4 ഉറപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ മേൽഭാഗ സംഭവങ്ങളൊക്കെ. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം. ചേച്ചി പിന്നെ എന്നെ വിചാരിച്ചേ? ഓ അല്ലല്ല, ഇത് വണ്ടി നമ്മൾ നേരത്തെ കണ്ട വണ്ടിയില്ലേ, അതിനെങ്ങനെ ചേർത്തിട്ടാക്കുന്ന ഈ സംഭവം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെയാണ് എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് അവിടെയാണ്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കർണാടക. അത്രേ ഉള്ളൂ, എല്ലാം അടുത്തടുത്താ. ഞങ്ങക്ക് ബാംഗ്ലൂരിന് 200 സംതിങ് കിലോമീറ്റർ ഉള്ളൂ, എറണാകുളത്തിന് സെയിം ലേക്ക്. ദൂരണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ പറഞ്ഞു ഞാനേ, അതായത് നമ്മുടെ ഇപ്പൊ ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. പിന്നെ സംഭവിച്ചാൽ നമ്മള് ഒരു 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് അവിടെ കിടന്നുറങ്ങി, ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്ത് അങ്ങനെ വന്നാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞൊരു 10 മണി, ഒരു 20 മിനിറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നത്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം നടന്നത്. അതായത് മഴ പെയ്ത് അന്നേ ദിവസം തന്നെ മനോരമ ന്യൂസ് ഒക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറെ അപകടം, ചവിട്ടിപ്പ് വണ്ടി തെന്നിപ്പോയത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ എത്ര കൊലകൊമ്പനാണ്, എത്ര വലിയ ഡ്രൈവറാണ്, ലോകത്ത് എവിടെ ഓടിച്ചെന്ന് പറഞ്ഞാലും, ഞാൻ ലോകത്തിലെ എല്ലാ പാസുകളും ഓടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് വിധിച്ചിട്ടുള്ളതാണ് അത് കിട്ടുക. അത് അന്ന് അങ്ങനെ ചവിട്ടി തെന്നിപ്പോയി വണ്ടി ഇടിച്ചു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്നാ സംഭവം എന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു കെർബ് റോഡാണ്, 2 വണ്ടി ഫ്രണ്ടിലാണ് വന്നത്. അപ്പൊ എബിന് ഓർത്ത് എന്നാ സംഭവം എന്ന് വെച്ചാൽ ആ വണ്ടി നേരെ ഇപ്പുറത്തോട്ട് ടാക്കോട്ട്, അപ്പൊ എബിൻ ചവിട്ടി കൂട്ടിയിട്ട് ഇപ്പുറത്തോട്ട് വിട്ടു. ഞാൻ ചവിട്ടി നിന്നു, പക്ഷെ അപ്പത്തേക്ക് എല്ലാം കഴിഞ്ഞു പോയി. ഇത് അടിച്ച് തൂങ്ങിപ്പോയിരുന്നു കൈ പൊട്ടി. അല്ല അത് കഴിഞ്ഞ പാടെ പാസ്പോർട്ട് പോയല്ലോ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സമയം ഇപ്പൊ ശരിയല്ല. നല്ല കാരണം അതിനുള്ള പ്രക്രിയകൾ ചെയ്യേണ്ടി വരും. നമ്മുടെ മറ്റേ സിപ്പ് ലൈൻ ആ ഇംഗ്ലീഷ് വേർഡ് ഭയങ്കര ട്രോള് കിട്ടിയായിരുന്നു. അത് മലപ്പുറം ചെയ്താണ്. അത് ഇത് സംഭവം ഞങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് അമേരിക്ക വണ്ടി ഓടിക്കുക. അപ്പം ഈ ചൈനയില് പിന്നെ ഞങ്ങളുടെ വിസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. അത് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. അപ്പൊ എന്നെ സമയത്ത് അത്രയും ദിവസം അവിടെ നിൽക്കുന്നത് 6 ദിവസം നമുക്ക് അവിടെ ടെൻഷൻ ആയിരുന്നു ഭയങ്കര. അപ്പം പിന്നെ ഈ കണ്ടന്റ് ഇടായിരുന്നു കഴിഞ്ഞാൽ ചാനൽ ഡൗൺ ആവുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു കണ്ടന്റ് എടുക്കാൻ പോയത്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളത്തിൽ പോയപ്പോ എന്റെ കൂട്ടുകാരനെ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇതിൽ വിചാരിച്ചല്ല, ഞാനത് വായിച്ചു. 4 പേര്, ഞാനൊരു രീതി വായിച്ചു. എന്നാ പിന്നെ വായിച്ച് ഞാൻ തെറ്റി അടുത്തൊന്നും പറഞ്ഞു തരണ്ടേ, അവനും പറഞ്ഞു തന്നില്ല. ആ 4 പേരുണ്ട്, അവര് പറയണ്ടേ. പിന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ചേട്ടനാണ്, അപ്പൊ ചേട്ടൻ പറയുന്നതാണ് കാര്യം. വെറുതെ